നമ്മളെല്ലാം ആരാധിക്കുന്ന, ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന, ദൈവതുല്യം കാണുന്ന വ്യക്തിയാണ് മഹാത്മാഗാന്ധി. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഇരുണ്ട വശങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര പേർ വിശ്വസിക്കും? ആ ഇരുണ്ട വശങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. 1869 ഗുജറാത്തിലാണ് മഹാത്മാഗാന്ധി ജനിക്കുന്നത്. തൻ്റെ 13ാമത്തെ വയസ്സിൽ അദ്ദേഹം കസ്തൂർബ ഗാന്ധിയെ വിവാഹം ചെയ്യുകയാണ്. എന്നാൽ 1906 അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമെടുക്കുകയാണ്. താൻ ഇനി മുതൽ ബ്രഹ്മചാരിയായിരിക്കും, തനിക്ക് ഇനി മുതൽ ഒരു സെക്ഷൽ ലൈഫ് ഉണ്ടാവില്ല എന്ന തീരുമാനം അദ്ദേഹം എടുക്കുകയാണ്. അതിനുശേഷം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ അദ്ദേഹം വരുന്നതും ഒരുപാട് സംഭാവനകൾ ചെയ്യുന്നതും എല്ലാം നമുക്കറിയാം. എന്നാൽ 1946 വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം നടക്കുകയാണ്. ഇന്നത്തെ ബംഗ്ലാദേശിലെ നൗഖാലി ജില്ലയിൽ വളരെ തീവ്രമായിട്ടുള്ള കമ്മ്യൂണൽ റൈറ്റ്സ് നടക്കുകയാണ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും പരസ്പരം തമ്മിൽ തല്ലിച്ചാവുകയാണ്. അവിടേക്ക് ഗാന്ധിജി എത്തുകയാണ്. അദ്ദേഹം ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ ഒരു കമ്മ്യൂണൽ റൈറ്റ്സ് തീർക്കാനായിട്ട് അല്ലെങ്കിൽ സമാപിപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം വിചാരിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ തീവ്രമായൊരു ധാരണ വരുന്നത് തനി ഇനിയും തൻ്റെ സെക്ഷൽ അർജിനുമേൽ ഒരു കൺട്രോൾ നേടിയിട്ടില്ല. അതുകൊണ്ടാണ് തനിക്ക് ഈ ഒരു റൈറ്റ്സ് നിയന്ത്രിക്കാൻ കഴിയാത്തത് എന്ന് അദ്ദേഹം വിചാരിക്കുകയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് തൻ്റെ സെക്ഷൽ അർജസ് കൺട്രോൾ ചെയ്യാനായിട്ട് അദ്ദേഹം വിചിത്രമായൊരു പരീക്ഷണം നടത്തുകയാണ്. തൻ്റെ ഒപ്പം സ്ത്രീകൾ നഗ്നരായിട്ട് കിടക്കുകയാണെങ്കിൽ തനിക്ക് എത്രത്തോളം കൺട്രോൾ ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ തൻ്റെ സെക്ഷൽ അർജ് എത്രത്തോളം കൺട്രോൾ ചെയ്യാമെന്നുള്ള ഒരു വിചിത്രമായ പരീക്ഷണം അദ്ദേഹം നടത്തുകയാണ്. അതിനായിട്ട് അദ്ദേഹം തിരഞ്ഞെടുക്കുന്നത് തൻ്റെ ആശ്രമത്തിലെ സ്ത്രീകളെയും ഒപ്പം തന്നെ വാക്കിംഗ് സ്റ്റിക്കുകളെന്ന് താൻ വിളിക്കുന്ന അബ്ബാ ഗാന്ധിയും മനു ഗാന്ധിയാണ്. അപ്പോൾ ഇതിൽ പ്രശ്നം എന്ന് പറയുന്നത് അബ്ബാ ഗാന്ധി ആയാലും മനു ഗാന്ധി ആയാലും അവരും ഗാന്ധിയും തമ്മിൽ ഏകദേശം 60 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. തൻ്റെ സഹോദരങ്ങളുടെ പേരക്കുട്ടികളാണ് അബ്ബാ ഗാന്ധിയും മനു ഗാന്ധി. അവർക്ക് അന്ന് 18 മുതൽ 20 വയസ്സ് വരെ പ്രായം മാത്രമേ ഉള്ളൂ. തൻ്റെ വാക്കിംഗ് സ്റ്റിക്കുകളായ അബ്ബാ ഗാന്ധിയും മനു ഗാന്ധിയും ഈ ഒരു പരീക്ഷണത്തിന് അദ്ദേഹം ഉപയോഗിക്കുകയാണ്. അതായത് അവർ രണ്ടുപേരും പൂർണ്ണ നഗ്നരായിട്ട് തൻ്റെ ഒപ്പം കിടന്നുറങ്ങുക എന്നുള്ളൊരു പരീക്ഷണത്തിന് ഇവരെ അദ്ദേഹം വിളിക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഈ പെൺകുട്ടികൾക്ക് വേറൊരു ആശ്രയവുമില്ല. ഗാന്ധിജി അല്ലാതെ അവർക്ക് വേറൊരു ആശ്രയമില്ല, അവരുടെ വേറൊരു കുടുംബമില്ല. തൻ്റെ സർവസ്വവും ഗാന്ധിയിൽ ഡിപ്പെൻഡ് ചെയ്താണ് ഈ 2 പെൺകുട്ടികളും നിൽക്കുന്നത്. അവരുടെ സാമ്പത്തികമായാലും സോഷ്യൽ സ്റ്റാറ്റസ് ആയാലും എല്ലാം ഗാന്ധിയിൽ അധിഷ്ഠിതമാണ്. അപ്പോൾ തന്നെ മനസ്സോടെ ഈ പെൺകുട്ടികൾക്ക് ഗാന്ധിയുടെ വാക്കുകൾ അനുസരിക്കേണ്ടി വരുന്നു. പൂർണ്ണ നഗ്നരായിട്ട് ഗാന്ധിയോടൊപ്പം ഇവർക്ക് കിടക്കേണ്ടി വരുന്നു. ഇവർ മാത്രമല്ല, സുശീല നായർ, പ്രഭാവതി നാരായൺ, കഞ്ചൻ ഷാ പോലുള്ള സ്ത്രീകളും ഗാന്ധിയോടൊപ്പം ഇങ്ങനെ നഗ്നരായിട്ട് കിടന്നുറങ്ങാൻ നിർബന്ധിതരാവുകയാണ്. ഇതിൽ സുശീല നായരുമായിട്ട് അദ്ദേഹം നഗ്നമായിട്ട് കുളിക്കുക വരെ ഉണ്ടായി. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വിചിത്രമായ പല പരീക്ഷണങ്ങളും ഗാന്ധിജി നടത്തുകയാണ്. ഇത് അദ്ദേഹം പറയുന്ന വിചിത്രമായ വാദം എന്ന് പറയുന്നത് തൻ്റെ സെക്ഷൽ അർജ് എത്രത്തോളം കൺട്രോൾ ചെയ്യാൻ തനിക്ക് സാധിക്കുമെന്ന് അദ്ദേഹം പരീക്ഷണം ചെയ്യുകയാണെന്നാണ് അദ്ദേഹത്തിൻ്റെ ധാരണ. അപ്പോൾ അത്രത്തോളം സെക്ഷൽ അർജ് തനിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ താൻ ആക്റ്റീവായിട്ട് പൊളിറ്റിക്സിൽ നിൽക്കുമെന്നും തനിക്ക് ഇതുപോലുള്ള കമ്മ്യൂണൽ റൈറ്റ്സ് നിർത്താൻ സാധിക്കുമെന്നും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി കൂടുതൽ സംഭാവനകൾ ചെയ്യാൻ സാധിക്കുമെന്നും ഇന്ത്യ സ്വതന്ത്രമാക്കാൻ സാധിക്കുമെന്നൊക്കെ അദ്ദേഹം വിചിത്രമായിട്ട് വിശ്വസിക്കുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ വിചിത്രമായിട്ടുള്ള പരീക്ഷണങ്ങളൊക്കെ നടത്തി നോക്കുന്നത്. ഗാന്ധിജിയുടെ ആശ്രമത്തിലുണ്ടായിരുന്ന ഈ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും താല്പര്യമില്ലാതെ നിസ്സഹായ അവസ്ഥയിലാണ് ഗാന്ധിജിയുടെ ഈ പരീക്ഷണത്തിന് തയ്യാറാവേണ്ടി വന്നത്. ഇത് പുറത്തു വന്നപ്പോൾ സർദാർ വല്ലഭായ് പട്ടേൽ പറഞ്ഞത് ഇത് ടെറിബിൾ ആയിട്ടുള്ളൊരു ബ്ലണ്ടർ, അതായത് ഭയാനകമായൊരു മണ്ടത്തരമാണെന്നാണ് സർദാർ വല്ലഭായ് പട്ടേൽ പറഞ്ഞത്. ഗാന്ധിജി തൻ്റെ പുത്രനെ പോലെ കണ്ട നെഹ്റു പറഞ്ഞത് ഇത് അബ്നോർമൽ ആണെന്നാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് പോലും ഗാന്ധിജി ഇത് നിർത്താനായിട്ട് തയ്യാറായില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ നിസ്സഹായ അവസ്ഥയിൽ താല്പര്യമില്ലാതെയാണ് പല സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഗാന്ധിയുടെ ഈ പരീക്ഷണത്തിന് വിധേയമാകേണ്ടി വന്നത്. ഗാന്ധിയുടെ വധത്തിന് ശേഷം മനു ഗാന്ധി ഏകാന്തതയിൽ ഒറ്റപ്പെട്ട ഒരു ജീവിതത്തിൽ അവസാന നാളുകളിൽ ട്യൂബർക്യുലോസിസ് വന്ന് തൻ്റെ 44ാമത്തെ വയസ്സിലാണ് അവർ മരണപ്പെടുന്നത്. മനു ഗാന്ധി നോക്കുകയാണെങ്കിൽ ഗാന്ധിജിയുടെ പേരക്കുട്ടിയായ അല്ലെങ്കിൽ സഹോദരൻ്റെ പേരക്കുട്ടിയായ കനു ഗാന്ധിയാണ് മനു ഗാന്ധി വിവാഹം ചെയ്തത്. അവർ പിന്നീട് ഗാന്ധിയുടെ ഓർമ്മകളും മറ്റുമൊക്കെ ആയിട്ട് ജീവിതം തള്ളി നീക്കുകയാണ് അവസാന കാലങ്ങളിൽ ചെയ്തത്. നമുക്കൊരിക്കലും ഈ പെൺകുട്ടികളെയോ സ്ത്രീകളെയോ കുറ്റപ്പെടുത്താനായിട്ട് കഴിയില്ല. കാരണം വളരെ വൾണറബിൾ ആയിട്ടുള്ള ഒരു ഏജിലാണ് അവർക്ക് ഈ പരീക്ഷണങ്ങൾക്ക് വിധേയമാകേണ്ടി വരുന്നത്. 18-20 എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം എത്രത്തോളം വൾണറബിൾ ആണ് ആ ഏജ് എന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും നമുക്ക് ഈ സ്ത്രീകളെയോ പെൺകുട്ടികളെയോ കുറ്റപ്പെടുത്താനായിട്ട് കഴിയില്ല. പലരും പറയുന്ന ഒന്നാണ് ഗാന്ധിജി കാരണമാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. സത്യം അതാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ റോയൽ നേവൽ മ്യൂട്ടിനി എന്ന പ്രക്ഷോഭവും മാത്രമല്ല 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷ് സാമ്രാജ്യം തകർന്നിരുന്നു, സാമ്പത്തികമായിട്ട് തകർന്നിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് സ്വാതന്ത്ര്യം നൽകുക അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. അവിടെ പോലും അവരുടെ കണ്ടീഷൻസ് അനുസരിച്ചാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. നമ്മുടെ രാജ്യം 2ആയിട്ട് വെട്ടിക്കീറി മുറിച്ചതിന് ശേഷമാണ് അവർ നമുക്ക് സ്വാതന്ത്ര്യം തന്നത്. അപ്പോൾ അവരുടെ കണ്ടീഷൻസിലാണ് നമുക്ക് സ്വാതന്ത്ര്യം തന്നത്. അപ്പോൾ ഒരിക്കലും നമുക്ക് ഗാന്ധിജി കാരണമാണ് സ്വാതന്ത്ര്യം കിട്ടിയതെന്ന് ഒരിക്കലും പറയാനായിട്ട് സാധിക്കത്തില്ല. നമ്മൾ എത്ര തന്നെ ഒരു മനുഷ്യനെ ഉയർത്തി നിർത്തിയാലും ഒരു പെഡസ്റ്റലിൽ കൊണ്ട് നിർത്തിയാലും അവർക്ക് എല്ലാവർക്കും ഫ്ലോസ് കാണും. മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമുക്ക് എല്ലാവരെയും മഹാത്മാവെന്ന് പറയാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഗാന്ധിജിക്കും ഗാന്ധിജിയുടേതായിട്ടുള്ള ഫ്ലോസ് ഉണ്ട്.
ഡാർക്ക് സൈഡ് ഉണ്ട്. അതിനെക്കുറിച്ചെല്ലാം ഈ പറയുന്ന എക്സ്പെരിമെൻസിനെ കുറിച്ചും ഗാന്ധിയുടെ ഡാർക്ക് സൈഡിനെ കുറിച്ചും ഒക്കെ ഉള്ള തെളിവുകൾ, ആർട്ടിക്കിൾസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ടാവും. നിങ്ങൾക്കത് വായിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തുടർന്നും ഇത്തരം ഇൻട്രസ്റ്റിംഗും ഇൻഫോർമേറ്റീവായ വീഡിയോകൾ ചെയ്യുന്നതിന് അത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്.